നാവികസേനയുടെ ചരിത്രത്തിൽ പുതുതായി ഒരു അധ്യായം എഴുതി ചേർക്കപ്പെടുകയാണ്. പുരുഷന്മാർ മാത്രം കൈവശം വെച്ചിരുന്ന നാവിക യുദ്ധവിമാന പൈലറ്റ് വിഭാഗത്തിലേക്ക് കുറച്ചുനാൾ മുമ്പ് ഒരു വനിത കടന്നു വരികയുണ്ടായി. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് എന്ന ബഹുമതി അണിഞ്ഞത് സബ് ലഫ്റ്റനന്റ് ആസ്ഥ പൂനിയയാണ്. രാജ്യത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ തന്നെ നിർണായകമായൊരു നിമിഷമായിരുന്നു ഇത്. സബ് ലഫ്റ്റനന്റ് ആസ്ഥ പൂനിയ ഇപ്പോൾ വിങ്സ് ഓഫ് ഗോൾഡ് ബഹുമതിക്കും അർഹമായിരിക്കുകയാണ്. വിശാഖപട്ടണത്തെ INS ഭേദഗതിയിൽ നടന്ന സെക്കൻഡ് ബേസിക് ഹോ കൺവേർഷൻ കോഴ്സിന്റെ പാസിംഗ് ഔട്ട് പരേഡിലാണ് സബ് ലഫ്റ്റനന്റ് ആസ്ഥ പൂനിയയ്ക്ക് വിങ്സ് ഓഫ് ഗോൾഡ് ബഹുമതി സമ്മാനിച്ചത്. ഇന്ത്യൻ നാവികസേനയിലെ വിശിഷ്ടമായ ഈ ബഹുമതി യുദ്ധവിമാന പൈലറ്റ് ആകാനുള്ള യോഗ്യതയുടെ ഔദ്യോഗിക അംഗീകാരമാണ്. അസിസ്റ്റന്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആയ റിയർ അഡ്മിറൽ ജനക് ബെവ്ലിയാണ് ഈ ബഹുമതി സമ്മാനിച്ചത്. ഇത് ഇന്ത്യയുടെ നാവിക വ്യോമസേനയിൽ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ആസ്ഥ പൂനിയയുടെ ഫൈറ്റർ സ്ട്രീമിലേക്കുള്ള പ്രവേശനം നാരി ശക്തിയിലേക്കുള്ള പ്രതിബദ്ധതയുടെ ശക്തമായ ഉദാഹരണമാണെന്നാണ് ഇന്ത്യൻ നാവികസേനയും പ്രതിരോധ മന്ത്രാലയവും വിശേഷിപ്പിച്ചത്. സ്ത്രീകൾക്കിനി എലീറ്റ് ഓപ്പറേഷണൽ റോളുകളും തുറന്നു വെക്കുന്നുവെന്ന സന്ദേശം കൂടിയാണിത്. രാജ്യത്തിന്റെ പ്രതിരോധ സേനകളിൽ സ്ത്രീ സാന്നിധ്യം ദിനംപ്രതി ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ നേട്ടം. ഓപ്പറേഷണൽ ബ്രീഫിംഗുകളിൽ നിന്നും മുന്നണി ചുമതലകളിലേക്കും സ്ത്രീ ഓഫീസർമാർ കൂടുതൽ ദൃശ്യമായി മാറുകയാണ്. ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിൽ ഹിസാവദ ഗ്രാമത്തിലാണ് ആസ്ഥ പൂനിയ കുട്ടിക്കാലം ചിലവഴിച്ചത്. ബാല്യകാലം മുതൽ ഉണ്ടായിരുന്ന കൗതുകവും കുടുംബത്തിന്റെ സ്ഥിരമായ പിന്തുണയുമാണ് ഈ നേട്ടത്തിലേക്കുള്ള വഴിയൊരുക്കിയത് എന്ന് വ്യക്തം. ബനസ്ഥലി വിദ്യാപീഠത്തിൽ നിന്നുള്ള ബിടെക് ബിരുദധാരിയായ ആസ്ഥ അവിടെ വെച്ചാണ് തന്റെ സൈനിക സ്വപ്നങ്ങളെ രൂപപ്പെടുത്തിയത് എന്ന് കരുതുന്നു. ഇന്ത്യൻ വ്യോമസേനയിലെ സ്ക്വാഡ്രൺ ലീഡർ അവനി ചതുർവേദി പോലുള്ള മുൻഗാമികൾക്ക് പിന്നാലെ യുദ്ധവിമാന രംഗത്തെ മറ്റൊരു നിർണായക നേട്ടമാണ് ആസ്ഥ പൂനിയ കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധവിമാന പൈലറ്റ് ആകുന്നത് ഇനി സ്ത്രീകൾക്ക് അസാധ്യമായ കാര്യമല്ല. അതാണ് സബ് ലഫ്റ്റനന്റ് ആസ്ഥ പൂനിയ നൽകുന്ന ശക്തമായ സന്ദേശം. നാവികസേനയുടെ ചിറകുകളിൽ ഇനി നാരീശക്തിയും ഉയർന്നു പറക്കുന്നത് അഭിമാനത്തോടെ ഇന്ത്യക്ക് കാണാനാകും.